എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അന്തം കമ്മികൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് മറുപടിയുമായി വരുമെന്ന്. ഇന്നലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ വീഡിയോകൾ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തു വെച്ചിട്ട് KSFE-ക്കാർ കാണിച്ച ഒരു അഴിമതി? അതായത് 128 GB റോം മെമ്മറിയുമുള്ള ഒരു ലാപ്ടോപ്പ്, കോർ പ്രോസസറുള്ള ഒരു ലാപ്ടോപ്പ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന വില നിങ്ങൾ ആലോചിക്കണം. അതായത് KSFE-യിൽ കെട്ടിക്കിടന്ന ഈ ലാപ്ടോപ്പുകൾ 81.43 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തത്. അതിനൊരു ടെൻഡർ വിളിക്കാമായിരുന്നല്ലോ. ഈ പറയുന്ന സകല ലാപ്ടോപ്പ് നിർമ്മാതാക്കളെടുത്തും അവർ നിങ്ങൾക്ക് ഒരു ലെറ്റർ തരും. ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ 30,000 രൂപയ്ക്ക് ലഭ്യമാകുന്ന ഇത്ര സ്പെസിഫിക്കേഷനുള്ള ഈ ലാപ്ടോപ്പ് ഞങ്ങൾ 15,000 രൂപയ്ക്ക് സർക്കാരിന് തരും. 50,000 ലാപ്ടോപ്പ് ഹ്യൂജ് ഓർഡറാണ് വരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് വലിയ ഒരു ലാഭമുള്ള ഒരു സാഹചര്യം കൂടി ഇത്രയും ബൾക്ക് പർച്ചേസ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ, അപ്പൊ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാതെ, അതായത് ഒരേ സമയം ചതിച്ചത് കുട്ടികളെ കൂടിയാണ്. പുതിയ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാതെ നേരത്തെ KSFE മേടിച്ച് പാളിപ്പോയി നശിച്ച് നാരായണ കല്ലടിച്ച് കിടക്കുന്ന ലാപ്ടോപ്പുകൾ KSFE-യെ കണപ്പിക്കാൻ വേണ്ടിയിട്ട് KSFE എന്നാണ് ഈ അജ്മൽ ബിസ്മിയുടെയും ഐഡിയുടെയും ഓക്സിജന്റെ ഒക്കെ പണി തുടങ്ങിയത്. KSFE ഇലക്ട്രോണിക് സാധനങ്ങൾ കച്ചവടമാണ് KSFE പരിപാടി.